നമ്മൾ എല്ലാ സിനിമകളും നമ്മളെ സന്തോഷിപ്പിക്കാനോ നമ്മളെ ഒരു എന്റർടൈനിങ് ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾ അൺകംഫർട്ടബിൾ ആക്കുന്ന സിനിമകൾ വരണം. ചില അതോറിറ്റീസിനെ ചോദ്യം ചെയ്യപ്പെടുന്ന സിനിമകൾ വരണം. അങ്ങനെ ഒരു സോഷ്യൽ കൺസ്ട്രക്ട്, ഒരെണ്ണം ടാബു ആയി മാറിയതും ഒരെണ്ണം ടാബു അല്ലാതെ ആയിരിക്കുന്നതിനും അതിൽ കൃത്യമായിട്ട് ഒരു പേട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് വന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അതിൽ റിലേഷൻഷിപ്സ് ആർ എഫെമറൽ, പെട്ടെന്നില്ലാണ്ടാവും. അതൊരു 3-4 ദിവസത്തെ ഒരു ഫിനോമിനൻ ആയിരുന്നു. അതെ. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ അതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എനിക്ക് ലുക്കിംഗ് ബാക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമെങ്കിൽ കൂടെ ആ എക്സ്പീരിയൻസ് അല്ല ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകണമെന്ന്. നമ്മൾ യുഎസ് ഒരു മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യുമ്പം ഇത് മനസ്സിലാക്കേണ്ട സിനിമയല്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ, എക്സ്പീരിയൻഷ്യൽ സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ ആള് പോവില്ല. അപ്പൊ ആ ഒരു അഡാപ്റ്റിംഗ് പ്രോസസ് അവിടെ വേണം. അതിൽ ഒരുപാട് ലേണിങ്സ് ഉണ്ട്, ഒരുപാട് അൺലേണിങ്സ് ഉണ്ട്. ഒരാളെ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട്. പക്ഷെ എൻ്റെ ചുറ്റും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫിലിം മേക്കർ പോളണ്ടിലെ ക്രിസ്റ്റോഫ് കീസ്ലോവ്സ്കിയാണ്. അപ്പം ഡെക്കലോഗ് ഒക്കെ ചെയ്തിട്ടുള്ള. ഇപ്പോഴും എനിക്ക് വളരെ എന്താ പറയാ, നമുക്ക് ഗൂസ് ബംസ് ഒക്കെ തരാമെന്ന് പറയുന്ന ഒരു മൊമെന്റ് പോലെയായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. പുതിയ ജനറേഷനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്ന ഒരു കാലമാണ്. അപ്പം എന്നെക്കാട്ടും താഴെയുള്ള ജനറേഷൻസിനെ കാണുമ്പം എനിക്ക് പല കാര്യങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തോന്നാറുണ്ട്. അവരുടെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്സും, ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്തെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂവും കാര്യങ്ങൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനുള്ള ഒരു ആ പോസിബിലിറ്റീസ് ഒക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്.